ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനുള്ളതാണ്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് കിട്ടാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, പിന്നെ നിങ്ങളെ ലൈക്ക് വേണം, എന്ന് മോട്ടിവേഷൻ എനിക്ക് വേണം. അപ്പം നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് തുടങ്ങാം. എൻ്റെ തംബ്നെയിൽ കണ്ടിരിക്കുമല്ലോ, ഇത് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. യൂട്യൂബ് നിങ്ങൾക്ക് വേണ്ടി ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പറയുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങളുണ്ട്. നിങ്ങൾക്ക് പുറത്ത് കേൾക്കുക. ഇവിടെ നല്ല മഴയാണ്. മഴവെള്ളം ഇവിടെ എ സിൻ്റെ മേലെ വീഴുന്ന വല്ലാത്ത ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നോക്കാം, എൻ്റെ ഈ ഒരു വോയിസ് റിഡക്ഷൻ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റിയിട്ടില്ലെങ്കിൽ സോറി, യു ഹാവ് ടു ടോളറേറ്റ്. അപ്പോൾ അതേ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ അപ്ഡേറ്റ്? ഒരു വളരെ ഉഗ്രമായിട്ടൊരു ആപ്പാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് സാധാരണയായിട്ടറിയാം, യൂട്യൂബ് നമുക്കൊരു ആപ്പാണ് അല്ലേ. യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഒരു ആപ്പാണ്. നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം? ഒരു യൂട്യൂബ് ആപ്പ് വേണം. അപ്പോൾ നോർമലി നമ്മൾ ഫോൺ വാങ്ങിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? യൂട്യൂബ് ആപ്പ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് എല്ലാ മൊബൈലിലും ഉണ്ട്. അപ്ഡേറ്റഡ് അല്ലാത്ത ഫോണിൽ മാത്രമേ നമ്മൾ യൂട്യൂബിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ക്രിയേറ്റേഴ്സിനുള്ള ആപ്പ്. യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ആപ്പിനെ പറ്റി. അതാണ് നമ്മുടെ YT സ്റ്റുഡിയോ അല്ലേ. അതാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്, ഞാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? YT സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? വീഡിയോ അപ്ലോഡിങ് സമയത്ത് നമുക്ക് തംബ്നെയിൽ കൊടുക്കാനും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനും ടാഗ് കൊടുക്കാനും അല്ലേ, അതിനൊക്കെയാണത് നമ്മുടെ YT സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ സാധാരണ നമുക്കറിയാം നമ്മൾ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്തെങ്കിലും ഒരു വീഡിയോ ആപ്പ് വേണം അല്ലേ. നമ്മൾ നോർമലി വീഡിയോ ആപ്പ്, പിന്നെ കൈൻമാസ്റ്റർ വിറ്റ ആപ്പ്, അങ്ങനെയുള്ള പല ആപ്സിലൂടെയാണ് നമ്മൾ വീഡിയോ സാധാരണ എഡിറ്റ് ചെയ്യാറല്ലേ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് നമ്മുടെ യൂട്യൂബ് തരുന്നത്. അതിൻ്റെ പേരാണ് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആപ്പ് നിങ്ങൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുകയാണ് യൂട്യൂബ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇനി എല്ലാ വീഡിയോയും ഈസിയായി നല്ല ഹൈ ഡെഫിനിഷനോടുകൂടി എല്ലാ പിന്നെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വീഡിയോ ഒപ്റ്റിമൈസേഷനും ഒക്കെ ഇതിൽ നടക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണിത്. നിങ്ങൾ നോർമലി പിന്നെ ഈ ഒരു വീഡിയോ ആപ്ലിക്കേഷൻസിൽ പോയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാറ്? നിങ്ങൾക്ക് വീഡിയോ കട്ടിങ് ചെയ്യാനും ട്രിമ്മിങ് ചെയ്യാനും പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിലും പിന്നെ ഇഫക്ട്സ് ഇടാനും പിന്നെ എന്താ പറയുക ഓവർലാപ്പ് ചെയ്യാനും പിന്നെ റിവേഴ്സ് ചെയ്യാനും പിന്നെ എന്താ പറയുക ഒരു വീഡിയോ എഡിറ്റിങ്ങിന് എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഒക്കെ ഇവിടെ ഉണ്ട്. ഈവൻ ഓഡിയോ ഇടണം അല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിൽ ഓഡിയോ ക്ലിപ്പ് കൊടുക്കണം, റെക്കോർഡിങ് ചെയ്യണം, അല്ല ഓഡിയോ ക്ലിപ്പ് നമുക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഒരു ആപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, ഇപ്പം നമുക്കിപ്പം വിറ്റ ആപ്പ് ആവട്ടെ അല്ലെങ്കിൽ കൈൻമാസ്റ്റർ ആവട്ടെ, അങ്ങനെ കുറേ ആപ്പില്ലേ. അതിലൊക്കെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫിൽമോറ, ഇപ്പോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫിൽമോറ, അങ്ങനെ പല ആപ്സും ഉണ്ട് അല്ലേ, പല സോഫ്റ്റ്വെയറും ഉണ്ട്. അതിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർമാർക്ക് വരും അല്ലേ. നമുക്ക് വാട്ടർമാർക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, വിറ്റ ആപ്പിൽ നമുക്ക് വാട്ടർമാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വിറ്റ ആപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതൊരു നല്ലൊരു ആപ്പാണ്, ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. ഇനിയിപ്പോൾ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ അത് യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഈ ആപ്പ് ലോഞ്ച് ആയിട്ടില്ല എല്ലാവർക്കും. അതായത് ചില ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്നും അത് വന്നിട്ടില്ല, എനിക്കൊന്നും ആ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ വരും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എപ്പോഴും തുറന്ന് നോക്കുക. ഓക്കെ, അവിടെ ഈ ആപ്പ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ മേലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്ന കാണാം ഈ ഒരു പുതിയ ആപ്പിനെ പറ്റി. ഓക്കെ, അവിടെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു താഴെ ഒരു ബ്ലൂ ബട്ടണിൽ നിങ്ങൾക്കൊരു ക്ലിക്കബിൾ ഇത് കിട്ടും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ പ്ലേ സ്റ്റോറിലേക്ക് കൊണ്ടുപോകും. ആ പ്ലേ സ്റ്റോറിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ സംഭവം മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
പിന്നെ നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഈസിയായി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ കോപ്പി റൈറ്റ് വരുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലേ, ഇവിടെ നമുക്ക് യൂട്യൂബ് ലൈബ്രറി ആയിട്ടാണ്, മ്യൂസിക് ലൈബ്രറി ഉണ്ടല്ലോ അതായിട്ടാണ് ഇത് കൊളാബറേഷൻ, അതായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മ്യൂസിക്സ് ഒക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. യൂട്യൂബിൻ്റെ ലൈബ്രറിയിൽ നിന്ന് തന്നെ നമുക്ക് പാട്ടുകൾ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ല. അപ്പോൾ എല്ലാ ഒപ്റ്റിമൈസേഷൻ അവിടെ തന്നെ നിങ്ങളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷൻ അല്ലേ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടോ, ഇതിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് വന്നിട്ടില്ല, നിങ്ങൾക്ക് വന്നവരാണെങ്കിൽ അതും ഇവിടെ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് ബാക്കി വ്യൂവേഴ്സിന് അതൊരു ഉപകാരമാവും അല്ലേ, ഇങ്ങനൊരു സംഭവം വന്നു തുടങ്ങി എന്നൊക്കെ അവർക്കും ഹാപ്പി ന്യൂസ് ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ. ഈ അപ്ഡേറ്റ് എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് പറയുക. പിന്നെ ഇതുപോലെ യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. പിന്നെ ടെക്നിക്കലി ഇഷ്യൂ ആയിട്ടുള്ള ഓരോ പ്രോബ്ലത്തിനും നിങ്ങൾക്ക് എന്താ പ്രശ്നങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. ആ ഒരു രീതിയിലുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ക്രിയേറ്റ് ചെയ്യുന്നതിന് എനിക്കെന്ത് വേണം? ലൈക്ക് വേണം. ഓക്കെ, ഞാൻ എന്ത് വീഡിയോ എടുക്കണമെങ്കിലും എനിക്കെന്ത് വേണം? മോട്ടിവേഷൻ വേണം. അപ്പം നിങ്ങളെ ലൈക്ക് ആവശ്യമുണ്ട്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Signing off, Lina Sujit.